ദൈവത്തിൻ്റെ മഹത്വം പാറാട്ടെ. ആദ്യമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കർത്താവേ ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങൾക്കായിട്ട് കർത്താവേ ഞങ്ങൾ നന്ദി പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അത് അനുഗ്രഹപ്പെടുന്ന രീതിയിൽ അതാക്കി തീരുവാനായി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കർത്താവ് അടിയന് ഷെയർ ചെയ്യാനായിട്ട് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥകട്ടെ എന്നെ സ്വതന്ത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കള്ളനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും കള്ളനെപ്പറ്റി എന്താണ് പഠിക്കാനുള്ളതെന്നത്. അപ്പോൾ നമ്മൾ കള്ളൻ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത അതെൻ്റെ മനസ്സിലേക്കും വന്നു. കാരണം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിനെപ്പറ്റി ഷെയർ ചെയ്യണം, ആരെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദൈവം ഈ കള്ളൻ്റെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ തന്നെ ചോദിച്ചു എന്തോ ഇതിനകത്ത് പറയേണ്ടതെന്ന് ഞാൻ സ്വയം ചോദിച്ചപ്പോൾ എനിക്ക് ദൈവം കുറച്ച് കാര്യങ്ങളുണ്ട്, 2-3 കാര്യങ്ങൾ എന്നൊക്കെ അതിൽ നിന്നും ഇത് പറയാനിടയായത്. നമുക്ക് ഈ കള്ളൻ്റെ കാര്യം നമുക്ക് നോക്കാം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം മുതൽ 43 വാക്യം വരെ. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനും അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ലാസ്റ്റ് വാക്യം തന്നെ എപ്പോഴും വായിക്കുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് ആയിരുന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് യേശു കർത്താവ് കള്ളനോട് പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഫസ്റ്റ് കാര്യം എന്നുള്ളത്, ഈ രക്ഷയെന്നുള്ളത് അത് ഏത് കൊടിയ പാപിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഈ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്ത വരാം. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു അവിശ്വാസമായിട്ടുള്ള വ്യക്തിയെ കാണുമ്പോൾ, അവർ ചെയ്യുന്ന പാപം കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇവരെയൊക്കെ എങ്ങനെ ഇവരൊക്കെ ദൈവത്തിങ്കിലേക്ക് വരും എന്ന് നമ്മൾ സ്വയം ചിന്തിക്കും. നമ്മൾ ഈ വ്യക്തിയെ പറ്റി പറയുന്നില്ല, ഈ വ്യക്തി എന്താണ് കുറ്റം ചെയ്തത്, ഈ വ്യക്തിയുടെ പേരോ അങ്ങനെയൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ ഈ വ്യക്തി അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ റോമൻ നിയമത്തിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള പണിഷ്മെൻ്റാണ് തനിക്ക് വിധിച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്ന് വെച്ചാൽ താൻ വെറും മോഷണമല്ല ചെയ്തത്, താൻ വേറെ പലതും താൻ അവിടെ ചെയ്തിട്ടുണ്ട്. താൻ ഇപ്പോൾ ഒരു വീട്ടിൽ കയറി കൊള്ളയടിക്കുകയല്ല ചെയ്തത്, താൻ അല്ലെങ്കിൽ ഇതിൽ ഒരു സാധനം എടുത്ത് ഓടിപ്പോകല്ല താൻ ചെയ്തത്. താൻ സിവിയറായിട്ടുള്ള, താൻ ക്രൂരമായിട്ടുള്ള എന്തൊക്കെയോ പ്രവൃത്തികൾ താൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇദ്ദേഹം പലവരെയും കൊന്നു കാണാതിരിക്കാം, ഒരു മർഡർ ചെയ്തിരിക്കുക. ആ സമയത്തെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഇവർ ആ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്തുമ്പോൾ ഇതുപോലെയുള്ള ഈ കൊള്ളക്കാർ അവർ വഴികൾ പാത്തിരിക്കും. അങ്ങനെ ഇവർ വന്ന് തക്കുന്നൊക്കെ ഇവർ ആക്രമിച്ച് ഇവരുടെ സാധനങ്ങൾ എടുക്കും, ചിലപ്പോൾ കൊന്നു കളയുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയായിരുന്നു ഇവരുടെ രീതി എന്നുള്ളത്. അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ആ കാര്യങ്ങളൊക്കെ ചെയ്താണ്, മറ്റൊരാളുടെ ജീവൻ എടുത്തൊക്കെയാണ്, മറ്റൊരാളെ പലരെയും വേദനിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ, ഒരു മോശമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി ഈ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അതൊന്നും നമ്മൾക്ക് ഇങ്ങനത്തെ ആൾക്കാരെ തന്നെ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ ലോസ്റ്റ് കോസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവരൊക്കെ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ, നരകത്തിലോട്ട് പോകത്തേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. ഇവരൊന്നും ഒരിക്കലും ഇവരുടെ ആ വഴി അവരുടെ വഴി അത് തിരിച്ചവർ വരികയില്ല എന്നുള്ളൊരു ചിന്ത നമ്മളുടെ എല്ലാവരുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ അതുപോലൊരു ജീവിതം ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ഈ വ്യക്തി എന്നുള്ളത്. പക്ഷേ ഈ വ്യക്തിക്കും കൂടെ യേശു കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി. അതിലൂടെ കാണുന്ന എന്ത് വലിയ പാപമാണെന്ന് പറഞ്ഞാലും ദൈവം ആ പാപങ്ങളൊക്കെയും ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ ദൈവം അത് മറക്കുന്ന ഒരു ദൈവം. അതാണ് ഈ ഒരു വ്യക്തിയുടെ ഇത് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാക്കുന്നത്. രണ്ടാമതെന്നുള്ളത്, ദൈവം ക്ഷമിക്കുമ്പോൾ ദൈവം ഉടനെ തന്നെയാണ് ദൈവം ക്ഷമിക്കുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ പറഞ്ഞത് അത് ദൈവമാണെന്ന് അറിയാമല്ലോ, നമ്മൾ കിട്ടിയ ശിക്ഷയ്ക്കായിട്ടാണ് നമ്മളിത് അനുഭവിക്കുന്നത്. യേശു ക്രിസ്തു തെറ്റും ചെയ്തിട്ടില്ല, ദൈവമാണ്, നീ എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം
എന്നെ ഓർക്കണമേ എന്നുള്ളത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചാൽ അവിടെ ഇവിടുത്തെ ആ വാക്യങ്ങൾ കാണുവാൻ സാധിക്കും, താൻ തൻ്റെ അവസ്ഥ താൻ റിയലൈസ് ചെയ്തു, താൻ എന്തവസ്ഥയാണ് തനിക്ക് ഉള്ളതെന്നുള്ളത് താനത് റിയലൈസ് ചെയ്തു. കാരണം അവിടെ 40-ാം വാക്യത്തിൽ പറഞ്ഞു, സമശിക്ഷാവിധിയിൽ തന്നെയായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്ന നാമ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ച് യോഗ്യമായതല്ല കിട്ടുന്നത്. അപ്പോൾ അറിയാം താൻ വലിയ തെറ്റുകളൊക്കെയാണ് ചെയ്തത്, താൻ റിയലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ മറ്റൊരു കള്ളനുണ്ട്. ആ കള്ളനാണെങ്കിലോ താൻ ചെയ്ത തെറ്റൊന്നും തനിക്കത് മനസ്സിലാകുന്നതില്ല. താൻ ആ ഒരു കാര്യത്തിൽ തന്നെ താൻ അവിടെ ദുഷിച്ച് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഈ വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി യേശുക്രിസ്തു ഒരു തെറ്റും ചെയ്യാതെയാണ് ആ ക്രൂസിൽ കിടക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി ഈ വ്യക്തി താൻ ആ ചെയ്ത ശിക്ഷയാണ് താൻ അവിടെ അനുഭവിക്കുന്നത്. താനത് റിയലൈസ് ചെയ്തു, താൻ ചെയ്ത തെറ്റ് താൻ റിയലൈസ് ചെയ്തു. തൻ്റെ ആ ഒരു ഏറ്റുപറച്ചിലിനെയാണ് പിന്നെ ആ വാക്യത്തിൽ കാണും, യേശുവിന് ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെ ഓർക്കണമേ എന്നുള്ളത്. അപ്പോൾ തനിക്കറിയാം താൻ ചെയ്ത വലിയൊരു തെറ്റാണ് തെറ്റുകൾ താൻ ചെയ്തിട്ടുണ്ടെന്ന് തനിക്കറിയാം. അതുകൊണ്ടാണ് താൻ അവിടെ അങ്ങനെ പറയുന്നത്. താൻ ചെയ്ത ആ തെറ്റിനെ താൻ അവിടെ മാനസാന്തരത്തിൻ്റെ ഒരു മാനസാന്തര അർത്ഥം വരുന്ന വാക്കുകൾ അവിടെ പറയുന്നത്. കാരണം ആ യേശുക്രിസ്തു ആ ക്രൂസിൽ എങ്ങനെയാണോ പെരുമാറിയത് അത് ശരിക്കും തന്നെ സ്പർശിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം യേശുക്രിസ്തു അവിടെ പറഞ്ഞത് അവരെല്ലാവരും പരിഹസിക്കുന്നതും ശിക്ഷിക്കുന്നതും അതെല്ലാം കണ്ടപ്പോൾ യേശുകർത്താവ് പറയുന്നത് ഇവരുടെ തെറ്റ് ഇവരറിയാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, അവിടെ ക്ഷമിക്കണമെന്നാണ് യേശുകർത്താവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇതെല്ലാം ഈ കള്ളന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ കള്ളൻ ഇതെല്ലാം ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ ആ ക്രൂസിൽ കിടന്നപ്പോൾ തൻ്റെ മനോഭാവം എന്തായിരുന്നു? ആ മനോഭാവമായിരുന്നു ഈ കള്ളനെ അത് യേശു കർത്താവിലേക്ക് അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് ഈ രാജ്യത്വം പ്രാവശ്യം എന്നെ കൂടെ ഓർക്കണമെന്നുള്ളത്. കാരണം തനിക്കും അറിയാം ഇതെല്ലാം ടു ലേറ്റായ കാര്യങ്ങൾ, തനിക്ക് ഇനിയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. താൻ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഇനിയുള്ള കാത്തിരിക്കുന്ന മരണം മാത്രമാണ്. തനിക്ക് ഇനി ശിക്ഷയിൽ നിന്ന് പുറത്തു പോകാനായിട്ടോ അല്ലെങ്കിൽ തനിക്ക് ഇനിയിപ്പോൾ യേശു കർത്താവിനെ ശിഷ്യന്മാർ നടന്നോ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ കൂടെ നടക്കുവാനോ ഒന്നും പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം തനിക്കത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ തനിക്കുള്ള ആകെയുള്ള ഹോപ്പ് എന്നുള്ളത് യേശു കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ യേശു കർത്താവ് ഒന്ന് ഓർക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ തനിക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. തൻ്റെ ആ ഒരു അവസ്ഥ അതിലേക്ക് എത്തി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ യേശു കർത്താവിനോട് നമ്മളെന്ന് മാത്രമല്ല ഏത് അവിശ്വാസിയായാലും അത് യേശു കർത്താവിനോട് നമ്മൾ മാനസാന്തരത്തോടെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ യേശു കർത്താവ് ഉടനെ തന്നെ ക്ഷമിക്കും എന്നുള്ള ഒരു കാര്യം. കാരണം യേശു കർത്താവ് ഇതെല്ലാം പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞില്ല നീ കുറെ തെറ്റൊക്കെയാണ് നീ ചെയ്തിട്ടുള്ളത്, നീ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിന്നെ എങ്ങനെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും, എങ്ങനെയൊന്നും യേശു കർത്താവ് പറഞ്ഞില്ല. യേശു കർത്താവ് അല്ലെങ്കിൽ നീ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിന്നെ ഒരിക്കലും കേറ്റത്തില്ല അങ്ങനെ ഒന്നും യേശു കർത്താവ് അടച്ചൊന്നും പറയുകയൊന്നും ചെയ്തില്ല. യേശു കർത്താവിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി എന്നോട് പറയുന്നു. കാരണം ആ ഒരു മാനസാന്തരത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ യേശു കർത്താവ് ഉടനെ തന്നെ ആ ഒരു ക്ഷമ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം എന്നുള്ളത് ദൈവം ഉടനെ തന്നെ ക്ഷമിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യരുത്. ആ ചെയ്യേണ്ടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ട, കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ സന്തോഷപ്രകാരം ജീവിക്കട്ടെ, ഞാൻ മരിക്കാറൊക്കെ ആകുമ്പോൾ എനിക്ക് അറിയാമല്ലോ ഞാൻ എപ്പോഴായിരിക്കും മരിക്കാറാകുന്നത്, അല്ലെങ്കിൽ ഞാൻ ചില പ്രായമായതിനു ശേഷം ആയിരിക്കും ഞാൻ മരിക്കുന്നത്. അത്രയും നാൾ ഞാൻ എൻ്റെ സന്തോഷപ്രകാരം ജീവിച്ചിട്ട് ഞാൻ അവസാന നിമിഷങ്ങളിൽ ഞാൻ പറയാം ദൈവമേ എൻ്റെ പാപങ്ങൾക്ക് ക്ഷമിക്കണമേ എന്നെല്ലാം പറയാം എന്ന ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും വരാം. ഇതിനെ പറ്റി ഒന്നപ്പോൾ ചിന്തിക്കുക. കാരണം ചിലർ ചിന്തിക്കുക എൻ്റെ ഡെത്ത് ബെഡിൽ എനിക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കുക, എനിക്ക് ആ സമയത്ത് എനിക്ക് ദൈവത്തിൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെടാം, അതുവരെ ഞാൻ എൻ്റെ സന്തോഷപ്രകാരം ജീവിക്കാൻ ഒരു പ്രശ്നമില്ലാതിരിക്കാം എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് നമുക്കറിയത്തില്ല മരണം എന്നാണ് നമ്മളെ വിളിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എപ്പോഴാണ് യേശു കർത്താവ് വരുന്നത് എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ഇടയ്ക്ക് വെച്ചായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കായിരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടെ ക്ഷമ പറയാനായിട്ടോ അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് സ്വന്തം രക്ഷിതായിട്ട് സ്വീകരിക്കാനോ ഒരു അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ദൈവത്തെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ സ്വീകരിക്കുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും വെച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ മരിക്കാറാകുമ്പോൾ എനിക്കത് ചെയ്യാം എന്നൊന്നും നമ്മളങ്ങ് ചിന്തിക്കുകയും ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
നമ്മൾ ദൈവത്തോട് സോറി പറയാതിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നീട് സോറി പറയാം, ഇപ്പം ഞാൻ എൻ്റെ സന്തോഷപ്രകാരം എല്ലാം ജീവിച്ചു പോട്ടെ, ഞാൻ പിന്നീട് സോറി പറയാം, അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. കാരണം നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമുക്ക് സോറി പറയാൻ അവസരം കിട്ടിയെന്ന് നമുക്ക് വരില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ ചെയ്യുന്നത് വെച്ചാൽ തനിക്ക് തൻ്റെ അവസാന നിമിഷം, ഇതിനു മുമ്പ് ഒന്നും യേശു കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ തൻ്റെ ഈ ജീവിത രീതി എല്ലാം കാരണം താൻ ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിരുന്നു. ആ കൊള്ളയടിക്കുന്നതിലും മറ്റുള്ളവരെ കൊല്ലുന്നതിലും അങ്ങനെ ഒരു ജീവിതത്തിലായിരുന്നു താൻ ജീവിച്ചിരുന്നത്. തനിക്കപ്പോൾ ഈ യേശു കർത്താവിനെ പറ്റി പേരും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് ദൈവമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ യേശു കർത്താവിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും പുറകെ പോകാനുള്ള ആ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയോ താനായിരുന്നായിരിക്കില്ല. ചിലപ്പോൾ താൻ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ജയിലിലായിരുന്നായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഈ മനുഷ്യൻ്റെ പശ്ചാത്തലം നമുക്കറിയില്ല. അപ്പോൾ തനിക്ക് കിട്ടിയ അവസരം എന്നുള്ള ഈ അവസാന അവസരങ്ങളാണ് തനിക്ക് കിട്ടിയത് യേശു കർത്താവിനെ ഒന്ന് മനസ്സിലാക്കുന്നത്, അറിയാനായിട്ട്. അപ്പോൾ താൻ ആ അവസരം അത് ഉപയോഗിക്കുവാനായിട്ട് താൻ ഇടയായി. അതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മളിപ്പോൾ തെറ്റ് ചെയ്താലും നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ വരുമ്പോൾ ദൈവം നമുക്ക് കണ്ടീഷൻസ് ഒന്നും വെക്കത്തില്ല. നീ ഇന്ന കാര്യങ്ങൾ, നീ ഒരു 10 നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിലും ഞാൻ നിന്നോട് ക്ഷമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നീ എനിക്കൊരു 10,000 രൂപ തന്നെങ്കിലും ഞാൻ ക്ഷമിക്കുകയുള്ളൂ, ഇങ്ങനൊന്നും ദൈവം പറയത്തില്ല. നമ്മൾ ദൈവത്തോടടുത്ത് മാനസാന്തരത്തോടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ദൈവം അപ്പോൾ തന്നെ ക്ഷമിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അവസാനമായിട്ട് ഈ മനുഷ്യനുണ്ടായ ആ ട്രാൻസ്ഫോർമേഷൻ, അത് വലിയൊരു ചേഞ്ചാണ് ഈ മനുഷ്യൻ്റെ ഇടയിലുണ്ടായത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലെന്താ ഇത്ര ചേഞ്ചായിട്ട് കാണുവാൻ പറ്റുന്നത്? ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ലല്ലോ, ഇവരെ ഇങ്ങനെ ക്രൂശ് കിട്ടിയത്, അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നു എന്നേ ഇതിനകത്ത് ഇവിടെ കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വേറൊരു കാര്യം കാണുവാൻ പറ്റുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 44-ാം വാക്യം നോക്കുകയാണെങ്കിൽ, അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. അപ്പോൾ ഈ സെന്റൻസ് പറയുന്നതിന് 10 മിനിറ്റ് മുമ്പേ, എൻ്റെ ഒരു കണക്കാ, ഒരു 10 മിനിറ്റ് മുമ്പേ ഈ 2 പേരും നിന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നീ എന്തും മനുഷ്യൻ, നീ ദൈവമാണെങ്കിൽ നീ സ്വയം ഇറങ്ങിപ്പോവുക, നീ ഞങ്ങളെ കൂടെ രക്ഷിക്കുക എന്നൊക്കെ ചിലപ്പോൾ ഈ കള്ളനും പറഞ്ഞു കാണുമായിരിക്കും. അപ്പം 10 മിനിറ്റ് മുമ്പേ യേശു കർത്താവ് നിന്ദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. പക്ഷെ ആ യേശു കർത്താവിൻ്റെ ആ ക്രൂസിൽ കിടന്നപ്പോൾ യേശു കർത്താവിൻ്റെ സമീപനം കണ്ടപ്പോൾ തൻ്റെ ഉള്ളിൽ വലിയൊരു വ്യത്യാസമാണ് താൻ ഉണ്ടായത്. യേശു കർത്താവിനെ എങ്ങനെയാണോ ആ സമയത്ത് അവിടെ വെച്ച് കണ്ടത്, ആ ക്രൂസിൽ കിടന്നപ്പോൾ ആദ്യം എങ്ങനെയാണ് യേശു കർത്താവിനെ കണ്ടത്, യേശു കർത്താവിനെ എങ്ങനെയാണോ പെരുമാറിയത്, ആ പെരുമാറിയതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും പറഞ്ഞത് ദൈവമാണെന്നുള്ള കാര്യം അവിടെ സമ്മതിക്കുകയാണ് ആ വ്യക്തി അവിടെ ചെയ്തത്. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലോ എന്നാണ് ചോദിക്കുന്നത് അവിടെ. അപ്പോൾ യേശു കർത്താവിൻ്റെ ആ നിസ്സഹായ അവസ്ഥയിൽ യേശു കർത്താവ് കാണുമ്പോൾ, ആ കാഴ്ചയെ കാണുമ്പോൾ നിസ്സഹായനായിട്ട് ക്രൂസിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ പോലും പറയുന്നത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലോ എന്നാണ് പറയുന്നത്. കാരണം അപ്പോൾ പോലും തനിക്ക് ആ യേശു കർത്താവിനെ ആ ദൈവത്തെ താൻ ഭയക്കുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു കാഴ്ച നോക്കുമ്പോൾ ആണിയിൽ തൂങ്ങിക്കിടക്കുക, ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുക താൻ ആ ഒരു സമയത്ത് യേശു കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ മറ്റേ വ്യക്തിയെ പറ്റി നോക്കുവാണെങ്കിൽ തൻ്റെ മനസ്സാണെങ്കിൽ, മറ്റേ കള്ളനാണെങ്കിൽ തൻ്റെ മനസ്സ് കഠിനമായിട്ട് തന്നെ ആ സമയത്ത് ഇരിക്കും. താൻ പറഞ്ഞത് നീ ഞങ്ങളെ കൂടെ രക്ഷിക്കുക, നീ രക്ഷപ്പെടുക എന്നും പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അവിടെ സംസാരിച്ച് ആ മനുഷ്യൻ്റെ മനസ്സിനൊന്നും ഒരു വ്യത്യാസം പോലും വന്നില്ല. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സ് നോക്കുമ്പോഴോ അവസാന സമയങ്ങളിലേക്ക് എത്തിയപ്പോൾ തൻ്റെ ആ ഒരു മനസ്സും അത് മാറുവാനായിട്ടിടയായി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അങ്ങനെ ഈ വ്യക്തി മരിച്ച് ഈ വ്യക്തി സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തൊരു അവസ്ഥയായിരിക്കും എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും അൺലൈക്ലി ആയിട്ടുള്ള ഒരാളാണ് അവിടെ ചെല്ലുന്നത്. കാരണം താൻ ഇവിടെ യേശു കർത്താവിനെ ഏറ്റു പറഞ്ഞത് തൻ്റെ അവസാന നിമിഷങ്ങളിലാണ്. താൻ അവിടെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പെയാണ് താൻ ഈ യേശു കർത്താവിനെ ഏറ്റു പറയുന്നത്, യേശു കർത്താവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും ഞാനും ഓർക്കുകയായിരുന്നു. കാരണം തൻ്റെ ജീവിതം താൻ പുറത്ത് നോക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ, താൻ പലരെയും കൊന്നു, താൻ പലരെയും മർഡർ ചെയ്തു, താൻ പലരും കൊള്ളയടിച്ചു, പലരെയും വേദനിപ്പിക്കുന്ന അവസ്ഥയിലാക്കിയിട്ട്, പലരും ഉപദ്രവിച്ച് റോഡിലിട്ടിട്ട് താൻ പോയതായിരിക്കും. അപ്പോൾ ഈ തൻ്റെ മനസ്സിൽ തനിക്ക് കിട്ടുമ്പോൾ ശിക്ഷയോ ആ ശിക്ഷ താൻ നരകമോ അങ്ങ് ഉണ്ടോ എന്ന് പോലും ഈ വ്യക്തിക്ക് ഒന്നും അറിയത്തില്ല. ഈ വ്യക്തി ആ ഒരു സമയത്തെ സന്തോഷത്തിന് വേണ്ടി താൻ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഒടുവിൽ ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നത്. അപ്പോൾ ഓർത്ത് എന്തുമാത്രം സന്തോഷം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാണുമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ വ്യക്തിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഓർത്ത് നമുക്ക് ചോദിക്കുക, എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കാൻ തോന്നിയെന്ന് വയ്ക്കുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ ഒരു ആൻസർ പറയാൻ പറ്റുമെന്ന് ആ വ്യക്തിക്ക് തന്നെ അറിയത്തില്ല.
കാരണം യേശു കർത്താവ് ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ മനസ്സുകൂടെ തുറക്കുകയാണ് ചെയ്തത്. പക്ഷെ മറ്റേ വ്യക്തി, ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയി. തനിക്ക് ആ യേശു കർത്താവിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. തൻ്റെ മനസ്സും കഠിനമായിട്ട് തന്നെ ആ ക്രൂസിൽ കിടന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മൾ ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പോയെന്ന് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ നമ്മളുടെ മനസ്സ് കഠിനമായിട്ട് തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് അവിശ്വാസികളുടെ മനസ്സ് ഉറപ്പായിട്ടും കഠിനമായിട്ട് തന്നെ ഇരിക്കും. കാരണം നമ്മൾ റെവലേഷൻസ് നോക്കുമ്പോൾ ദൈവം അവിടെ ന്യായവിധി നടത്തുമ്പോൾ തന്നെ അപ്പോഴും അവർ ദൈവത്തെ മറുതലിക്കുന്നതായിട്ട് പിന്നീട് കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ പോലും അവരുടെ മനസ്സിൽ ഒരു വ്യത്യാസം വരുന്നില്ല. എന്നാൽ അവരുടെ മനസ്സ് പിന്നെ കഠിനമായിട്ട് വന്നു. ആ ദൈവത്തെ റിബൽ ചെയ്യും, ദൈവത്തിന് എതിർപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ആ വ്യക്തികളിലൊക്കെ പിന്നെ ഈ റിലേഷൻസ് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സങ്ങ് സോഫ്റ്റ് ആകുന്നു. ചിലപ്പോൾ ഈ വ്യക്തി ഇതിനകത്തുള്ള മറ്റേ കള്ളനെ പോലെ ചിലപ്പോൾ ഹാർഡായിട്ട് തന്നെ വരത്തുള്ളൂ. അപ്പോൾ പോലും അവരുടെ ആ ഒരു ബുദ്ധിമുട്ടൽ സാഹചര്യം ദൈവത്തെ തള്ളി പറയത്തുള്ളൂ. എനിക്ക് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളി പറയത്തുള്ളൂ. പക്ഷേ നമ്മൾ ആ ദൈവത്തെ തന്നെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യത്തിൽ പോകുമ്പോൾ നമ്മൾ ആ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ദൈവത്തിൻ്റെ കൃപയെന്നുള്ളത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾക്ക് നല്ല സന്തോഷം വരുത്തുന്നൊരു അനുഭവമാണ്. അതാണ് ഈ കള്ളന് സംഭവിച്ചത്. ഇതിന് 10 മിനിറ്റ് മുമ്പേ താൻ ആ യേശുക്കർത്താൻ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ യേശുക്കർത്താൻ്റെ ആ പ്രവൃത്തി, യേശുക്കർത്താൻ്റെ ആ മനോഭാവം, ക്രൂശിക്കപ്പെട്ടപ്പോൾ തൻ്റെ മനോഭാവം കണ്ടപ്പോൾ ആ കള്ളൻ്റെ മനസ്സിന് പോലും വ്യത്യാസം വരുവാനായിട്ടായിരുന്നു. അതുകൊണ്ട് യേശുക്കർത്താനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നവരോടൊക്കെ ആ ജീവിതത്തിൽ ആ ഒരു വ്യത്യാസം സംഭവിക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഈ കള്ളൻ്റെ ഈ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഗ്രേസ് എന്നുള്ളത് അത് എല്ലായ്പ്പോഴും എല്ലാ വ്യക്തികൾക്കും അത് ആക്സസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഗ്രേസ്. പക്ഷേ ഈ കള്ളന് ആ കൃപ അത് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാനായിട്ട് തനിക്ക് ഇടയായിരുന്നു. അതെപ്പോഴും അവരുടെ മുൻപിൽ അത് കിടപ്പുണ്ട്. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു കൃപ എപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ ആ ഒരു ATM കാർഡ് ഇട്ട് ആ കൃപ എടുക്കുക എന്നുള്ളത് അത് നമ്മളുടെ ചോയ്സാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ വിരൽത്തുമ്പിൽ ആ ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഓർക്കേണ്ട നമ്മളുടെ കൃപ എപ്പോഴും നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഇതിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഒരു വിളിക്ക് ദൈവം അപ്പുറത്ത് കാത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒന്ന് വിളിക്കുമ്പോൾ ദൈവം അത് കേൾക്കുവാനായിട്ട് അത് കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. അതായിരുന്നു ഇവിടെ സംഭവിച്ചു. ഈ വ്യക്തി തൻ്റെ അവസാന നിമിഷങ്ങളിൽ താൻ ആ ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം ഗ്രേസ് കാണിച്ചു. ദൈവം ആ കൃപ ധാരാളമായിട്ട് ഈ വ്യക്തിക്ക് കൊടുത്ത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നരകത്തിലേക്ക് പോകാതെ തനിക്ക് സ്വർഗത്തിലേക്ക് ചെല്ലുവാനായിട്ടുള്ള ആ ഒരു പ്രാഗൽഭ്യം ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വചനം നമ്മളെ ദൈവത്തെക്കുറിച്ച് സ്നേഹിക്കുവാനായിട്ട് അത് ഇടയാക്കട്ടെ. കാരണം ദൈവം അത്രമാത്രം നൈസായിട്ടുള്ള ദൈവമാണ്, അത്രമാത്രം നല്ലൊരു ദൈവമാണ്. കാരണം നമ്മൾക്ക് പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കാണുമ്പോഴും നമ്മൾ ആർക്കെങ്കിലും കൊണ്ട് പ്രാർത്ഥിക്കുമായിരിക്കും, നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം കാണും, നമ്മൾ ആ പ്രയാസത്തിന് നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഓർക്കുകയാണ് അതിൽ ഒരു വ്യത്യാസം വരുന്നില്ലല്ലോ, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്നുള്ളത് ദൈവത്തിന് അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം ഈ വ്യക്തിയുടെ ജീവിതം എന്നുള്ളത് നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു വ്യക്തി സ്വർഗത്തിൽ ചെല്ലുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം മാറുമെന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. വർഷങ്ങളായിട്ട് പലരെയും കൊല്ലുന്നു, പലരെയും കൊള്ളയടിക്കുന്നു, പലരെയും മരിക്കുവാനായിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്കാണ് ഇത്ര വലിയ ട്രാൻസ്ഫർമേഷൻ ഈ അവസാന നിമിഷത്തിൽ തനിക്ക് ആ വലിയ ട്രാൻസ്ഫർമേഷൻ ലഭിച്ച് തനിക്ക് ആ സ്വർഗത്തിൽ കയറുവാനിടയായിട്ട്. അതുകൊണ്ട് ആ ഒരു കൃപയ്ക്കായിട്ട് കൃപയോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ആ കൃപ നമ്മോട് കൂടെ ഉള്ളതിനായിട്ട് ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിനും ആ ആദരവിനും ഒക്കെയും അത് ദൈവത്തോടുള്ള ആരെ കൂടുവാനായിട്ടാണ് ഈ വചനം നമ്മളെ സഹായിക്കുമാറായിട്ട് ദൈവത്തിന് ഈ കള്ളൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു സത്യം മനസ്സിലാകാൻ സാധിക്കുന്നത് എന്തൊരു വെളിപ്പെടുത്തലാണ് ദൈവം ഈ മനുഷ്യനെ കൊടുത്തത്. തീർച്ചയായിട്ടും ദൈവമായിരുന്നെങ്കിൽ
ക്രൂശിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നതിനെല്ലാം അങ്ങനെയെല്ലാം ചോദ്യം വേണേൽ ഈ മനുഷ്യനെ ചിന്തിക്കാൻ പറയും. ദൈവമായിരുന്നെങ്കിൽ എന്തിനാ ക്രൂശിക്കപ്പെടും? നമ്മളെല്ലാവരും സാധാരണ ചോദിക്കുന്ന ചോദ്യമല്ല. യേശു കർത്താവ് ദൈവമായിരുന്നെങ്കിൽ എന്തിനാ ക്രൂശിൽ മരിക്കുന്നത്? മറ്റവരുടെ കയ്യിൽ ഇങ്ങനെ അകപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം ചിന്തിക്കാമായിരുന്നു. ബട്ട് എന്തൊരു റെവലേഷനാണ്, എന്തൊരു വെളിപ്പെടുത്തില്ല ദൈവം ഇത് ശരിയായ കർത്താവ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ഈ കള്ളൻ്റെ ജീവിതത്തിൽ തന്നത്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഈ നമ്മളെല്ലാം കർത്താവ് എന്നും കർത്താവിനെ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ചുരുങ്ങിയ ആൾക്കാരെ ഇവിടെ ഉള്ളു. എത്രയോ ജനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരൊന്നും ഈ വെളിപ്പെടുത്തൽ അവർക്ക് ദൈവം ലഭിക്കാതിരിക്കുമ്പോൾ നമുക്കാണല്ലോ ഇത് തന്നിരിക്കുന്നത്. വെളിപ്പെടുത്തൽ ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവം നമ്മളെ വെളിപ്പെടുത്തി കൊടുക്കാതെ ഈ സത്യം നമുക്കത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ വെളിപ്പെടുത്തിയ വെളിപ്പാട്, കള്ളൻ അതിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു ജീവിതം കർത്താവ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും അവനൊരു നല്ല ഒരു സാക്ഷിയായിട്ട് ജീവിച്ചേനെ. അപ്പം ദൈവം നമുക്ക് ആ സാഹചര്യം, നമുക്ക് ആ കള്ളന് കിട്ടാത്ത സാഹചര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ അറിഞ്ഞിട്ട് ഈ വലിയ വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമയങ്ങൾ ഉപയോഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് എനിക്ക് തോന്നുന്നു, ആ കള്ളനെ ഒന്ന് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ അവൻ ഓടി നടന്ന് അവൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കാണും. അവൻ കർത്താവിനെ ഒരു സാക്ഷിയായിട്ട് നിൽക്കും. അവൻ ഒരിക്കലും ഒരു കള്ളനായിട്ട് ജീവിക്കത്തില്ല. അവനൊരു നല്ലൊരു മാതൃകയായിട്ട് ജീവിച്ച് ലോകം മുഴുവനും പറഞ്ഞേനെ ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്, എന്നെ രക്ഷിച്ച കർത്താവെന്ന് പറഞ്ഞേനെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവന് കിട്ടാത്തൊരു ഭാഗ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഈ കർത്താവിനെ മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യന് കിട്ടിയതുപോലെയാണല്ലോ ആ വെളിപ്പെടുത്തൽ നമുക്ക് തന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങനെ ഒരു ചെറിയ അറിവ് കിട്ടിയേ ഉള്ളൂ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. ദൈവം യഥാർത്ഥമായിട്ട് നമുക്ക് ഈ വെളിപ്പെടുത്തൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിച്ചവർ നമുക്ക് നമ്മുടെ സമയങ്ങളെ കർത്താവിന് വേണ്ടി സാക്ഷികളായിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് പലരും ഈ അനുഗ്രഹം ലഭിക്കാതെ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആരെങ്കിലും പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ച് കിട്ടിയങ്ങളൊന്ന് പ്രാർത്ഥിച്ച ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സഹവാസവും നമ്മൾ കേട്ട വചനങ്ങളുടെ മേലും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.